ബിസ്മില്ല അൽഹംദുലില്ല സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ല വ അല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് അവനെപ്പോഴും മറ്റുള്ളവർക്ക് എളുപ്പവും സ്നേഹവും ബഹുമാനവും ആദരവും കൊടുക്കുന്നവനായിരിക്കണം. അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ എല്ലാറ്റിലും അവൻ്റെ ഈമാനും അവൻ്റെ ഭക്തിയും പരലോക വിചാരവും നേലിച്ചു കാണണം. ഒരു വ്യക്തിയുടെ വിശ്വാസം എത്രത്തോളം ശക്തമാകുന്നുവോ, എത്രത്തോളം ഇഖ്ലാസ് നിറഞ്ഞതാകുന്നുവോ, അത്രത്തോളം മനോഹരമായിരിക്കും അവൻ്റെ വാക്കും അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ ജീവിതത്തിലെ എല്ലാ നിലപാടുകളും. പ്രത്യേകിച്ച് നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൽ അവരുമായി എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച സന്ദർഭത്തിൽ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു മഹത്തായ വളരെ പ്രാധാന്യമുള്ള ഹദീസ്, അത് പരലോകവുമായി ഈമാനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വചനമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ആരെങ്കിലും അള്ളാഹുവിലും അതേപോലെ തന്നെ യൗമുൽ ആഖിർ പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ. ഇവിടെ അയൽവാസിയെ ആദരിക്കാൻ ഒരു മനുഷ്യന് പ്രേരകമായി മാറുന്നത് അവൻ്റെ പരലോകബോധവും അതേപോലെ തന്നെ അവൻ്റെ വിശ്വാസവുമാണ്. പ്രിയമുള്ളവരെ, ഈമാൻ നമ്മുടെ കൽബിലാണ്, പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് പുറമെ നേലിച്ചു കാണണം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് വളരാനും നമുക്ക് ഉയരാനും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് നമുക്കതിന് അവൻ്റെ അപാരമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.